നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന ദുരന്തം. മരണം 265. വിമാനം വീണ സ്ഥലത്ത് 5 മരണം സ്ഥിരീകരിച്ചു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 265 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ലണ്ടനിലേക്ക് ഉച്ചയ്ക്ക് 1:39 പുറപ്പെട്ട എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI-171 ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാളൊഴികെ 241 പേരും മരിച്ചു. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ രമേശ് മാത്രമാണ് രക്ഷപ്പെട്ടത്. എമർജൻസി എക്സിറ്റ് വഴിയാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത്. വിമാനം വീണ സ്ഥലത്ത് 5 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ 4 MBBS വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെടുന്നതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ പലരെയും കാണാതായിട്ടുണ്ട്. 11 പേർ ചികിത്സയിലുമുണ്ട്. ആശുപത്രി വളപ്പിലെ മരണസംഖ്യ ഉയരാനാണ് സാധ്യത. യാത്രക്കാർക്ക് പുറമെ ഇങ്ങനെയുള്ള മരണം വിമാന ദുരന്തങ്ങളിൽ അപൂർവമാണ്. വിമാനത്തിലുണ്ടായിരുന്ന 230 യാത്രക്കാരിൽ 169 പേർ ഇന്ത്യൻ പൗരന്മാരാണ്. വിമാനത്തിലുണ്ടായിരുന്നവരിൽ 53 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനുമായിരുന്നു. യാത്രക്കാരിൽ 11 കുട്ടികളും 2 കൈക്കുഞ്ഞുങ്ങളുമുണ്ടായിരുന്നു. വിമാനത്തിലെ 12 ജീവനക്കാരിൽ 2 പൈലറ്റുമാരും 10 ക്യാബിൻ ക്രൂവുമായിരുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. മരിച്ചവരിൽ UK-യിൽ നഴ്സായ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത G നായരുമുണ്ട്. പറന്നുയർന്ന ശേഷം 32 സെക്കൻഡിനുള്ളിലായിരുന്നു അപകടം. പറന്നുയർന്ന ഉടൻ പൈലറ്റുമാർ അപായ സന്ദേശം അയച്ചു. എന്നാൽ പിന്നീട് സിഗ്നൽ ലഭിച്ചിട്ടില്ല. അപകടത്തെ തുടർന്ന് വിമാനത്താവളം 2.5 മണിക്കൂർ അടച്ചു. 4:29 പ്രവർത്തനം പുനരാരംഭിച്ചു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് മെയ് ആദ്യവാരത്തിൽ ഇതേ ഫ്ലൈറ്റ് AI-171 ടേക്ക് ഓഫിന് മുൻപ് ചില ഇലക്ട്രിക്കൽ തകരാറുകൾ മൂലം യാത്ര റദ്ദാക്കിയിരുന്നതായി അന്നത്തെ ഫ്ലൈറ്റിലെ യാത്രക്കാരൻ ശരത് ട്രാവൽ മെയ് 2 ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എയർ ഇന്ത്യയുടെ ഉടമസ്ഥരായ ടാറ്റ ഗ്രൂപ്പ് ഓരോ മരിച്ചവർക്കും 1 കോടി രൂപ വീതം നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരുടെ ചികിത്സാ ചെലവും DK മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ള നഷ്ടവും ഏറ്റുകൊള്ളാമെന്നും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഗോവയിൽ ST വിദ്യാർത്ഥികൾക്ക് നീറ്റ് JEE ഫീസ് തിരികെ നൽകും. ഗോവ സർക്കാർ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നീറ്റ് JEE കോച്ചിംഗ് ഫീസ് തിരികെ നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. ഭഗവാൻ ബിർസ മുണ്ട ലക്ഷ്യ സിദ്ധി യോജന പ്രകാരം വാർഷിക വരുമാനം 8 ലക്ഷം രൂപ വരെയുള്ള കുടുംബങ്ങൾക്ക് 100% ഫീസും അതിനു മുകളിലുള്ളവർക്ക് 75% ഫീസും തിരികെ ലഭിക്കും. 300 വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അതിൽ 50% നീറ്റിനും 50% JEEക്കും വേണ്ടി നീക്കിവെക്കും. മെറിറ്റ് അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. 65% മാർക്കോടെ SSC പാസ്സായ ഗോവ ബോർഡ് അംഗീകൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അർഹതയുണ്ട്. കാനക്കോണയിൽ മൊളാസസ് ടാങ്ക് ചെരിഞ്ഞ് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. കാനക്കോണയിലെ സ്രിസ്താലിലുള്ള 2 പതിറ്റാണ്ട് മുമ്പ് അടച്ചുപൂട്ടിയ മദ്യ ഫാക്ടറിയിലെ വൻ മൊളാസസ് ടാങ്ക് വ്യാഴാഴ്ച ഒരു വശത്തേക്ക് ചെരിഞ്ഞു. പൊതുജനാരോഗ്യ ഭീഷണി ഉയർത്തി. മൊളാസസിന്റെ ശക്തമായ ഗന്ധം പ്രദേശത്ത് പരന്നു. IDC, ഗോവ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ, MLA രവേഷ് തവഡ്കർ, ഡെപ്യൂട്ടി കളക്ടർ പ്രതാപ് റാവ് ഗൌങ്കർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ടാങ്കിന്റെ ഘടനാപരമായ സ്ഥിരത പരിശോധിക്കാനും ഡ്രോൺ സർവേ നടത്താനും നിർദ്ദേശിച്ചു. ടാങ്ക് സുരക്ഷിതമായി നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. അഗ്നിശമന സേന സ്ഥലത്ത് തയ്യാറാണ്. ഗോവയിൽ ബീച്ച് വിവാഹങ്ങൾക്ക് ഫീസ് നിർദ്ദേശിക്കുന്നു. ഗോവയിലെ ജനപ്രിയ ബീച്ച് വിവാഹങ്ങൾ നിയന്ത്രിക്കാൻ ഗോവ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. 7 ലക്ഷം രൂപ നൽകി 3 വർഷത്തേക്ക് 40 വിവാഹങ്ങൾക്ക് ഒറ്റത്തവണ അനുമതി നൽകും. ഒരു വിവാഹത്തിന് 5 ദിവസത്തേക്ക് CRZ ക്ലിയറൻസ് ലഭിക്കും. 7 ദിവസം മുൻപ് അപേക്ഷിച്ചാൽ 50,000 രൂപ, 3 മുതൽ 7 ദിവസം മുൻപ് അപേക്ഷിച്ചാൽ 60,000 രൂപ, 3 ദിവസം മുൻപ് 75,000 രൂപ എന്നിങ്ങനെയാണ് ഫീസ്. അധിക ദിവസത്തിന് 10,000 രൂപ. താൽക്കാലിക ഘടനകൾക്ക് ചതുരശ്ര മീറ്ററിന് 350 രൂപ ഫീസ് നിർദ്ദേശിച്ചു. ഗോവയ്ക്ക് 10 ജിഗാവാട്ട് ഹരിത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് റിപ്പോർട്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി റിപ്പോർട്ട് പ്രകാരം ഗോവയ്ക്ക് 10 ജിഗാവാട്ട് ഹരിത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. 65.02 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പാഴ്ഭൂമിയിൽ ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ പാനലുകൾ വഴി 9.07 ജിഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാം.
റൂഫ് ടോപ്പ് സോളാർ വഴി 0.14 ജിഗാവാട്ട്, ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ വഴി 0.39 ജിഗാവാട്ട് ലഭിക്കും. നിലവിൽ ഗോവയുടെ ഊർജ്ജ ഡിമാൻഡ് 663.3 മെഗാവാട്ടാണ്. 58 മെഗാവാട്ട് സോളാർ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിൽ 53 മെഗാവാട്ട് റൂഫ് ടോപ്പ് സോളാറിൽ നിന്നാണ്. പ്രധാനമന്ത്രി സൂര്യഘർ യോജന പ്രകാരം 400 മുതൽ 500 വരെ ഉപഭോക്താക്കൾ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിച്ചു. ഗോവ ബോർഡ് 2026 SSC HSSC പരീക്ഷാ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ 2026 SSC HSSC പരീക്ഷകളുടെ താൽക്കാലിക ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. SSC പരീക്ഷ മാർച്ച് 2 ഇംഗ്ലീഷ് പേപ്പറോടെ ആരംഭിക്കും. മാർച്ച് 18 സംസ്കൃതം പേപ്പറോടെ അവസാനിക്കും. HSSC പരീക്ഷ ഫെബ്രുവരി 10 ഇംഗ്ലീഷോടെ തുടങ്ങി ഫെബ്രുവരി 27 ജിയോഗ്രഫിയോടെ സമാപിക്കും. 2020 ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP ഈ വർഷം മുതൽ SSCയിൽ നടപ്പാക്കി. സ്കൂൾ അസസ്മെന്റ് വിഷയങ്ങളുടെ തിയറി പരീക്ഷകൾ ബന്ധപ്പെട്ട സ്കൂളുകൾ നടത്തും. ഗോവ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിന് പരിമിതിയുള്ള ജോലി സമയം നിർബന്ധമാക്കണം. ഡോക്ടർമാർക്ക് 36 മണിക്കൂറിലേറെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നത് ആരോഗ്യ സംരക്ഷണത്തെയും ഡോക്ടർമാരുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. GMCയിലെ സമയം പരിധിയില്ലാത്തതാണെന്നും ഇത് നല്ലതല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ 13 മുതൽ 17 വരെ ഗോവയ്ക്ക് ഓറഞ്ച് അലർട്ട്. IMD മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 13 മുതൽ 17 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി അറിയിപ്പുണ്ട്. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.